യെസ്. ഹലോ അങ്കിൾ, ഇത് മീരയാണ്. ഒരു ഗ്രാൻഡ് ന്യൂസ് പറയാൻ വേണ്ടി വിളിച്ചതാ. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് പട്ടാളത്തിൽ വെച്ച് കാണാതായ ഞങ്ങളുടെ മുത്തച്ഛന്റെ കത്ത് വന്നിരിക്കുന്നു. ഇന്ന് ഇവിടെ വരുമെന്ന്. ഏത് മുത്തച്ഛൻ? അങ്ങനെ ഒരാളെ പറ്റി ഞാൻ കേട്ടില്ലല്ലോ. മരിച്ചുപോയി എന്ന് വിചാരിച്ചതല്ലേ? മരിച്ചിട്ടില്ലെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. ഏതായാലും മുത്തച്ഛൻ വരുന്നെന്ന് കേട്ടപ്പോ ഞങ്ങൾക്ക് സന്തോഷമായി അങ്കിൾ. ഓക്കെ അങ്കിൾ. ഇനി ഞങ്ങൾ അനാഥരല്ല അങ്കിൾ. വി ഹാവ് അവർ ഗ്രാൻഡ്പാ, അവർ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ്പാ. ഇയാളിപ്പോ എന്തിനാ ഇങ്ങനെ എഴുതുന്നേ? യുദ്ധത്തിൽ എന്തുകൊണ്ടുകൾ ഭരിച്ചില്ല. ദാറ്റ്സ് അവർ ഗുഡ് ലക്ക് അങ്കിൾ. എന്റെ പെങ്ങള് ശ്രീദേവി, നിങ്ങളുടെ അച്ഛൻ മോഹൻദാസും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുമ്പോ ഈ മനുഷ്യൻ എവിടെയായിരുന്നു? ഒന്ന് തിരിഞ്ഞു നോക്കിയ. എനിക്ക് ഇത്തിരി പെണ്ണുണ്ട്. നിനക്കോടി? എനിക്ക് പിന്നെ ദണ്ണമില്ലാണ്ടിരിക്കുവോ? എനിക്ക് വിശ്വാസമില്ല. എന്റെ ഭാര്യക്ക് സങ്കടമില്ലാന്നോ? അതല്ലടോ കോന്ത, എനിക്ക് വിശ്വാസമില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു മുത്തച്ഛൻ എവിടുന്ന് പൊട്ടിമുളച്ചു വന്നു. ഏതോ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ചിലപ്പോ അത് മുത്തച്ഛനായിരിക്കും. Yes, I am your grandpa, Major A.K. Menon. ചേർത്തിക്ക് തെറ്റിയതാവനെ വഴിയുള്ളൂ. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എടാ പൊന്നൂസേ, കരണ്ടുമേന്റെ മുഖം എന്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുക. വെളുത്ത് ചുമന്ന് കോലമുടി, കൊച്ചിങ്കളെ പോലുള്ള മുഖവും, നീണ്ടും മെലിഞ്ഞൊരു സുന്ദരൻ. നേര് പറയാലോ, അയാൾക്ക് 20 വയസ്സുള്ളപ്പോ എനിക്കൊരു 14 കാണും. ഈ ഞാൻ പോലും എത്രയോ വട്ടം അയാളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നിണ്ടെന്ന് എനിക്കറിയോ. ഉദിച്ചു വരുന്നൊരു സൂര്യനായിരുന്നു. ഇയാളെന്തോന്ന് റബ്ബർ പന്ത് പോലെയുള്ള ഒരു മോന്തിയും കറുത്ത് കരിവാളിച്ച്. കറുത്തത് പട്ടാളത്തിലായതുകൊണ്ടാ. അതെന്താ? വെളുത്തവരാരും പട്ടാളത്തിലില്ലേ? അങ്ങനല്ല, പട്ടാളത്ത് പോലെ ഏത് വെളുത്തോനും ഒന്ന് കറക്കും. അതെങ്ങനെ? ഈ ബോംബൊക്കെ പൊട്ടി വെടിമരുന്ന് ദേഹത്തായ മനുഷ്യൻ കറുത്തു പോവില്ലേ? പിന്നെ ഇപ്പൊ ഈ കുവൈത്ത് യുദ്ധം കഴിഞ്ഞ് വരുന്ന മലയാളികളെ കണ്ടാലറിയാം, മുഴുവൻ കറുപ്പാ. അത് ശരി. എന്തിന് കുവൈത്ത്? നമ്മളെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഒരു 5-6 മാസത്തേക്ക് തൃശ്ശൂർക്കാർ മുഴുവൻ കറുത്തു പോകാറുണ്ടല്ലോ, വെടിമരുന്നേറ്റിട്ടാ. ഈ ഞാൻ തന്നെ ഇത്രയും കറക്കാൻ കാരണം പെരുന്നാളിന്റെ ഉത്സവത്തിന്റെ ഒക്കെ വെടിക്കെട്ട് കാരണാ. എന്തോ എനിക്കറിയാൻ മേല. എന്തായാലും ഈ മനുഷ്യൻ മുത്തച്ഛനും കിത്തച്ഛനും ഒന്നും അല്ല. എന്റെ ചേർത്തി, ആ അടിയോടി അന്തം വക്കീൽ അയാളെ തലകും വിലകും വിസ്തരിച്ചില്ലേ? പോലീസിനും വക്കീലിനും ഒന്നിച്ചു പറ്റിക്കാൻ ഈ ലോകത്ത് ഒരുത്തനും സാധ്യമല്ല. ഏതവനും പറ്റിക്കാൻ കഴിവുള്ള ഏതോ യമലോക പെരട്ടിയവൻ. തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിൽ കൈമുക്കി ഞാൻ പറയാം, അയാളല്ല ഇയാള്, ഇയാളല്ല അയാള്. പിന്നെ എന്തൊക്കെയാണ് കുഞ്ഞമ്മ വിശേഷങ്ങള്? ഞങ്ങളൊരു സിനിമ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യമലോകപ്പെരട്ട മനസ്സിലായി. പിന്നെ കുഞ്ഞമ്മേ, അവറാച്ചൻ എന്തായിരുന്നു അസുഖം? ഏതാ പ്രാച്ചൻ? ഏതവറാച്ചനോ? എനിക്കും കുഞ്ഞമ്മയ്ക്കും വേണ്ടപ്പെട്ടവരായിട്ട് എത്ര അവറാച്ചന്മാരുണ്ട്. കാട്ടുപ്പാടത്തെ അവറാച്ചൻ, അമ്മച്ചി നമ്മുടെ അപ്പച്ചൻ. വഴിയിൽ നിന്ന് എവിടുന്നോ കിട്ടിയ പത്രത്തിൽ നിന്ന് ആ ചരമവാർത്ത വായിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. കുഞ്ഞമ്മയ്ക്ക് അറിയാലോ ഞാനും അവറാച്ചനും തമ്മിലുള്ള ബന്ധം. ഒരു ഗതിയില്ലാതെ ഞാൻ നാട്ടിൽ കൂടെ തെണ്ടി കിടന്നപ്പോ തേങ്ങാപ്പാട്ടം തുടങ്ങാൻ അവറാച്ചൻ എന്നെ സഹായിച്ചതും, മാളിയൊക്കെ യോസപ്പും കൂട്ടർ എന്നെ തല്ലാൻ വന്നപ്പോ അവറാച്ചൻ എല്ലാത്തിനെ ഇടിച്ചോടിച്ചതും ഒന്നും ഞാൻ മറന്നിട്ടില്ല. കുഞ്ഞമ്മയുടെ ഒരു ചേട്ടന്റെ മോനുണ്ടായിരുന്നല്ലോ, എന്താ അവന്റെ പേര്? ആ പൈലി. പൈലി. ഞങ്ങൾ സ്കൂളിൽ ഒരു ക്ലാസ്സിലായിരുന്നു. മഹാവികൃതിയായിരുന്നു. അവനിപ്പോ എവിടെ ഉണ്ട്? അവൻ 2 കൊല്ലം മുമ്പ് പാമ്പ് കടിച്ചു മരിച്ചു. ഭഗവാനെ, പഴയ സുഹൃത്തുക്കളൊക്കെ വേഗം അങ്ങ് പോവുകയാണോ ഈ ഭൂമിന്ന്? അപ്പോ സാറാമ്മ? ഏത് സാറാമ്മ? ഏത് സാറാമ്മയോ? ഈ പൈലിയായിട്ട് 8 കൊല്ലം ഇഷ്ടത്തിലായിരുന്നിട്ട് ഒരു സ്കൂൾ മാഷൂടെ ഒളിച്ചോടി പോയില്ലേ? ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്? ഉണ്ട്, എല്ലാം ഈ നെഞ്ചിനകത്തുണ്ട്. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? എന്തായാലും ഒരുത്തനെ പ്രേമിച്ചേച്ച് വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയത് മോശമായിപ്പോയി. സാർ, മിസ്റ്റർ ബാബുരാജിന് സാറിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു.
അതിനെന്താ വരാമല്ലോ. കുറച്ചങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം മുത്തച്ഛ, കുറച്ച് കൂടുതൽ സംസാരിക്കാനുണ്ടേ. ആയിക്കോട്ടെ. ഞാൻ നമ്മുടെ മുത്തച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോവാണ്. കേൾക്കണമെങ്കിൽ കേൾക്കാം. പറയൂ, എന്താണ് സംസാരിക്കാനുള്ളത്? പറയാം. താങ്കൾ പട്ടാളത്തിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ഉം. ജമ്മുവിൽ. ജമ്മു കാശ്മീരിൽ. मैं आपसे थोड़ा हिंदी में बात करना चाहता हूं. हिंदी हमारा राष्ट्रभाषा है ना? जम्मू कश्मीर के बारे में कुछ बताइए. वो जगह कैसा है? शानदार है? सच बोलना चाहिए, नहीं तो नहीं बोलिए. मेरी मतलब यह है, बर्फ से छिपा हुआ पहाड़ों के बारे में कुछ ना कुछ बोलिए. उधर एक शानदार नाला है, क्या नाम है उसका? अगर आप कश्मीर के बारे में कुछ नहीं जानता है तो असम के बारे में बोलिए, बंगाल के बारे में बोलिए, बिहार के बारे में बोलिए. नहीं तो ये सब छोड़ के कम से कम हिंदी में एक बात तो बोलिए. कश्मीर, बिहार और बंगाल के बारे में मैं बहुत कुछ जानता हूं. वो मेरे दिल में ही रहे. वो तुम्हारे को सुनाने का जरूरत नहीं. उस डाल लेक में हाउस बोट होता है, देखा है कहीं? उसमें जिंदगी का बहुत तरीका देखा हूं. उसका आमने सामने किया हूं मैं. समझा? मेरे बारे में तुम क्या जानते हो? इधर उधर से मिला हुआ नॉलेज तो अच्छा होता है, मगर तुम्हारा जो है वो पक्का नहीं, कच्चा है, कच्चा. तुम अपने आप को बहुत बड़े समझते हो. उसका नाम है अहंकार. आइंदा मेरा सामने खड़ा होकर बात नहीं करना, बदतमीज. समझा? खबरदार, बदतमीज कहेगा. उल्लू का फटा. चले जा. നിങ്ങൾ വെറും മണ്ണ, നിങ്ങളുടെ തലയ്ക്കകത്ത് മണ്ണ. ശാന്തേ, നിങ്ങൾക്ക് പറ്റിയത് പോലീസ് പണി തന്നെയാ. എങ്ങാണ്ടൂന്ന് കയറി വന്ന ഒരു കിഴവൻ പിള്ളേരെ ഒറ്റയടിക്ക് കയ്യിലെടുത്തു. അയാള് പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. ഞാനൊന്ന് ഡാൻസ് ചെയ്താലോ? ഓട്ടം തുള്ളലൊക്കെ കുറച്ച് എനിക്കറിയാലോ. കുട്ടികളോട് നന്നായി പെരുമാറി അവരുടെ സ്നേഹം പിടിച്ചെടുത്തില്ലെങ്കിലേ ഇവിടുന്ന് ഓടിത്തുള്ളി പോവേണ്ടി വരും. ഓടണോ തുള്ളണോ എന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. ഇപ്പൊ കാണാം. മോൻ ഗംഭീരമായിട്ട് ക്രിക്കറ്റ് കളിക്കണ്ടല്ലോ. ക്രിക്കറ്റ് അല്ലാതെ എന്തായാലും കളി ഗംഭീരം തന്നെ. മോന്റെ ഈ മിടുക്കും കളിയൊക്കെ കാണുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരിക. അതെന്താ? ഇതുപോലെ തന്നെയായിരുന്നു ഞാനും. അന്നത്തെ കളി കള്ളനും പോലീസും കളിക്കില്ല. അമ്മാവൻ ഒറ്റയ്ക്ക് കള്ളൻ, അപ്പുറത്തുള്ളവരും മുഴുവനും പോലീസുകാര്. എല്ലാ കളിയിലും കള്ളൻ പോലീസുകാർ ഇടിച്ചു വീഴ്ത്തും. അങ്ങനെ സ്റ്റണ്ടൊക്കെ അറിയോ? പിന്നെ മോൻ സിനിമയിൽ ജാക്കി ചായനെ പറ്റി കേട്ടിട്ടില്ലേ? അതേപോലെ അമ്മാവനും സ്റ്റണ്ട് ചെയ്യും. എന്നാ നമുക്ക് കളിക്കാം. കളിക്കാം. മോൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്ക്. അമ്മാവൻ ഇടിക്കണ പോലെ കാണിക്കുള്ളൂ, മേല് കൊള്ളില്ല. കേട്ടാ? മേല് കൊണ്ടില്ലല്ലോ. ഇല്ല. വാ, ഇനി ഇതുപോലെ തന്നെ വന്ന് നിൽക്ക്. അതുപോലെ തന്നെ വീഴണം. അയ്യോ, ഇനി ഞാൻ അടിക്കാം. ഓ, ഞാൻ വീഴാം. റെഡി? ഞാൻ വീഴാം. വാ വാ വാ. ഓ, കൊല്ലല്ലോ ചക്കൻ. തോറ്റു തോറ്റു തോറ്റു. ഇത് നല്ല കളി, എന്നും കളിക്കാം. മരണം വരെ കളിക്കാടാ. എന്നാ അയ്യോ, പത്രല്ലടാ കൈ തരാൻ. എന്റെ മൂത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാ? ഒന്നുമില്ല. ഇവിടെ എവിടെങ്കിലും പൊട്ടിയിട്ടുണ്ടോ നോക്കി. എവിടെ? ഇവിടെ പൊട്ടിയിട്ടുണ്ട്. പുറത്തോടിഞ്ച് വരാനല്ല, അല്ല വായിൽ ഉപ്പുരസം തോന്നുന്നുണ്ട്. ചെറുതായിട്ട് ഒരു പുരസില്ലേ? എന്നാ ഉള്ളു പൊട്ടിയിട്ടുണ്ടാവും. അവൻ നല്ല മിടുക്കനാ. എന്നാ ഒരു നല്ല ഇഷ്ടായി.
പട്ടിക മോനെ നിന്നെ ഞാൻ കൊല്ലും. ഇപ്പൊ ശരിക്കും അടി ഓടിയായി. ആരാ മീര ഇത്? അത് ഞാനൊരു നിമിഷ കവിയാണ്. എങ്കിൽ ഈ നിമിഷം തന്നെ എഴുന്നേക്കണം. യാതൊരു മാനസില്ലാതെ കയറി വരിക, ഇരിക്കുക. മീരെ, ഞാൻ ദുർബലനാണ് സ്നേഹത്തിന്റെ കാര്യം വരുമ്പോ മാത്രം. അല്ലാത്തപ്പോ ഞാൻ വെറും തൊട്ടിയാണ്. അത് വന്ന വരവിൽ തന്നെ മനസ്സിലായി. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? പ്ലീസ് മിസ്റ്റർ ബാബുരാജ്, ഇങ്ങോട്ട് വരൂ. നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് വലുത് മോഹൻ സാറാണ്. അദ്ദേഹത്തിന് കൊടുത്ത വാക്കാണ്. ആ വാക്ക് എനിക്ക് പാലിക്കണം. എനിക്ക് ഹൃദയം തുറന്നൊന്ന് സംസാരിക്കണം. ഹൃദയം തുറക്കാനൊന്നും ഇപ്പൊ പറ്റില്ല. പിന്നെ എപ്പോ പറ്റും? വീട്ടിലും ആൾക്കാരുടെ ശല്യം. പിന്നെ എന്റെ നിമിഷ കവിതയെ പറ്റി ഒന്നും പറഞ്ഞില്ല. പ്ലീസ്, പിന്നെ സംസാരിക്കാം. എപ്പോ? ഒരു കാര്യം ചെയ്യാം. എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രാത്രി വീട്ടിൽ ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് ഒന്ന് വരുമോ? അത് പറ്റില്ലെങ്കിൽ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സംസാരിക്കാം. വേണ്ട, ഞാൻ വരാം. ഉറക്കത്തിൽ ഒന്നൊരു കുറവുമില്ല. മോനെന്തിനാ കരയുന്നത്? പാലോ മറ്റോ വേണം എന്തോ. അല്ല കുഞ്ഞമ്മേ, മഞ്ജുവിന്റെ ബാവ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വീണു തോന്നുന്നു. അതാ. അയ്യോ, ആണോ മോളെ? കുഞ്ഞമ്മേ, ഒന്ന് പോയി എടുത്തോണ്ട് വാ, അല്ലെങ്കിൽ ഇവള് കരച്ചിൽ നിർത്തില്ല. ഓ, അതിനെന്താ, ഞാൻ എടുത്തിട്ട് വരാലോ. ആ കുഞ്ഞമ്മേ, പുറത്ത് നല്ല മഞ്ഞുണ്ട്. ഇത് തലവഴി മൂടിക്കോ. തണുപ്പ് കാലല്ലോ ഇത്. തണുപ്പില്ല, പക്ഷെ ഭയങ്കര മഞ്ഞാണ്. ഈ മഞ്ഞ് തലയിലോ ദേഹത്തോ വീണ ആ നിമിഷം കടന്നു പോകും. അങ്ങനെ ഒരു മഞ്ഞു. അവിടെ നോക്കി കാണും. എന്തായി? സംഗതി കുളമായി. എന്ത്? കുളത്തിൽ വീണു കുളമായി. ആ മോളെന്ന് പറഞ്ഞേ. ആ ആ ആ ആ എന്നാ പോട്ടെ, എന്നാ പോട്ടെ, പോട്ടെ പോട്ടെ പോട്ടെ. മോൾ ആനയെ കണ്ടിട്ടില്ലേ? ആ എത്രയും വലിപ്പമുണ്ട് ആനയ്ക്ക്? വലിയത്. ആ ഇനി പറഞ്ഞേ. ആന. ആ ആന. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചതാ അങ്കിൾ, അവൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല. മെന്റൽ ഷോക്കാണത്രേ, ഒരു ട്രീറ്റ്മെന്റും ഫലിക്കുന്നില്ല. അതൊക്കെ പണ്ടല്ലേ. ഇപ്പൊ മുത്തച്ഛൻ വന്നില്ലേ? മഞ്ജു മോള് മുത്തച്ഛനെ നോക്കി മുത്തച്ഛാന്ന് വിളിക്കും അല്ലേ? അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ വേണ്ട. അമ്മ പറഞ്ഞേ. അമ്മ. ആ വേണ്ട 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 വേണ്ട. മുത്തച്ഛൻ എല്ലാവർക്കും വേണ്ടി ഒരു കഥ പറയാം കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം. നേരിട്ട് സംസാരിച്ച് ഇംപ്രസ് ചെയ്യാൻ നീ പോരാ. ഹൃദയദ്രവീകരണ ശക്തിയുള്ള ഒരു കത്തെഴുതി അവർക്ക് കൊടുക്കാം. അതെന്ത് കത്താണ്? ഞാനെഴുതി തരാം. അപ്പൊ അച്ഛൻ എല്ലാ പരിപാടിയും അറിയാം അല്ലേ? ഞാനൊരു വക്കീലല്ലേ ദിനകര. എന്ത് വക്കീല്? ആ അത് കളാ. ഞാൻ എഴുതി തന്നാൽ അത് കൊടുക്കുന്ന കാര്യം നീ ഏറ്റവും. ഏതായാലും നനഞ്ഞു. ഇനി കുളിച്ചു കയറുക തന്നെ.